ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ട്. കിടക്കുന്ന കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. ഈ സർവീസും കൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. അടുത്ത സർവീസിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. കാരണം പകുതിയിലേക്ക് ഒരല്പം കൂടുതൽ തീർന്നിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഈ സർവീസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം, ക്ലീൻ ചെയ്തിട്ട്. ബ്രേക്ക് ക്യാമും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം, കാരണം ചെറിയൊരു ടൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് വയ്ക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ക്ലച്ചൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ, ഈ റോളറൊക്കെ ചെറിയൊരു തേമാനം ഉണ്ട് കേട്ടോ. അതായത് ഒരു സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഔട്ടർ പൊട്ടയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ആ റോളർ തന്നെ ഉപയോഗിക്കാം. വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ് ആയാലും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ക്ലച്ചിനകത്ത് പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് നിലവിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ, കുറച്ചും കൂടി ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ ബാക്കിൽ പിന്നെ ഈ വീലുണ്ടല്ലോ, അത് ശരിക്കും തുരുമ്പൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് തേമാനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാക്കിലെ CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന ഒരു വീലാണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ പിന്നുകൾ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്, പിന്നെ വിത്ത് റോളർ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഈ ഹോളൊക്കെ ചെറുതായിട്ട് ഓവലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, ഒരെണ്ണമില്ല ഏകദേശം ഓവലായി തുടങ്ങിയിട്ടുണ്ട് മൂന്നും. ഒരെണ്ണം ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീലൊക്കെ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം. ഈ റോളറും അതിൻ്റെ പിന്നും മാറ്റിയിടാം, ഓയിൽ സീലൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. കാരണം ഈ ക്ലച്ചിനകത്ത് ഏറ്റവും കൂടുതൽ തേയ്മാനം കൂടുതൽ വരുന്നതും ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവ്മെൻറ്റുള്ള പാർട്സുകളും വന്നതും ഈ യൂണിറ്റിലാണ്. അപ്പോൾ നമുക്കത് കൈയോടെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് ഓവലായി കഴിഞ്ഞാൽ പിന്നെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. പരമാവധി ഓടിക്കാവുന്ന കണ്ടീഷനിലേക്ക് ആകാം, ക്ലീൻ ചെയ്ത് കയറ്റാൻ ഗ്രീസ് ചെയ്തിടാം കേട്ടോ. പിന്നെ ബെൻഡെക്സിൻ്റെ യൂണിറ്റൊക്കെ ആയാലും അത്യാവശ്യം വർക്കിംഗ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഗിയർ ഓയിൽ നോക്കിയിരുന്നു, ഗിയർ ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ അത്യാവശ്യം ഒരു അഴുക്കായിട്ടുണ്ട്. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് നല്ല രീതിയിലുണ്ട്. വാൽവടി എന്ന് പറയും, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഗേജ് വെച്ചിട്ട് കറക്റ്റായിട്ട് അലൈൻമെൻറ്റിൽ അത് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇവിടെയാണ് അതിൻ്റെ ഇത് തന്നെ കേട്ടോ, ടാപ്പറ്റ്. ഇതാണ് ടാപ്പറ്റ് സെറ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും ലൂസ് കാണിക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ലിങ്ക് സസ്പെൻഷൻ വരാം, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഈ ഷോക്കിൻ്റെ കുഷൻ അസംബ്ലിയുടെ ബുഷുകളൊന്നും മാറ്റിയിടാം, കാരണം അത് തേയ്മാനം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിള് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് കേബിൾ ഒരെണ്ണം മാറ്റിയാൽ മതി. നമുക്ക് റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കേബിൾ മാറ്റിയിടാം, ക്യാമൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് കവറുകളെല്ലാം തന്നെ പൊട്ടിയിരിക്കാം. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക് കേബിൾ ഹാൻഡിൽ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മാറ്റാം, കാരണം ഇത് പൊട്ടിയേക്കണമെന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ പൊട്ടിയുണ്ട്, ഇവിടെയൊക്കെ പൊട്ടിയുണ്ട് കേട്ടോ. അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. മൺകാട് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ കവറ്, ഹെഡ്ലൈറ്റിൻ്റെ പീസ്, ഇൻഡിക്കേറ്ററിനകത്തൊക്കെ പൊട്ടിയിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രേക്കിൻ്റെ കേസ് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. പിന്നെ അതുകൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ ഇല്ല, അതിൻ്റെ ടൈമിങ് ഇത് കഴിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ അതും കൂടിയും പറ്റുമെന്നുണ്ടെങ്കിൽ പാസ്സാവുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് റെഡിയാക്കി ഇടാം, ഒന്ന് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് അത്യാവശ്യം ഓടിയാക്കണം കൊണ്ട് തന്നെ കിട്ടുമെന്നുള്ള ദിവസം അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, എസ്റ്റിമേറ്റും ഈ സർവീസിൻ്റെ വീഡിയോ അടക്കം വാട്സാപ്പിൽ തരാം.